തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. നാളെ കൊട്ടിക്കലാശമാണ്. അപ്പോൾ പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം കടുക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനെതിരെ സ്ഥാനാർത്ഥി പോലീസിൽ പരാതി ഉൾപ്പെടെയായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൂടുതലും സൈബർ ആക്രമണമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൽ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണ്? അതായത് അങ്ങാടിയിൽ തോറ്റു, അപ്പോൾ അമ്മയോട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഇപ്പം അതാണ് നടക്കുന്നത്. പാലക്കാട് BJP വിജയിക്കും എന്ന് ഉറപ്പായി. ആ ഉറപ്പ് വന്നപ്പോൾ കാണുന്ന വെപ്രാളം, അതുപോലെ തന്നെ ഒരു അദൃശ്യ ശക്തി ഇവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ അദൃശ്യ ശക്തിയുടെ കരങ്ങളിൽ ഒന്നാമനാണ് ശ്രീമാൻ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ 2 രാഹുൽ മാങ്കൂട്ടം, 3 ഇവിടുത്തെ പ്രക്ഷോഭം ടീമും. അപ്പോൾ ഇവിടെ ഒരു മാഫിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാഫിയയുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുൻഭാഗം വെക്കാൻ വേണ്ടി മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ വരെ പെടുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വിടാനും പോകുന്നില്ല. കാരണം അത്രയും വൃത്തികെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ വേട്ടയാടാൻ, അതായത് കഴിഞ്ഞ 10-30 വർഷക്കാലം ഓരോ പെൺകുട്ടികളുടെയും പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വരുന്ന സമയത്ത് അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒരമ്മയെപ്പോലെ പെരുമാറുന്ന ഒരു സ്ത്രീയെ ഇത്ര മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ, ഒളിഞ്ഞിരുന്നു കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ആരാണെങ്കിലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ കാണുകയാണ്. സ്വന്തം പാർട്ടിയിലെ പാലക്കാട് നിന്ന് വടകരയ്ക്ക് വണ്ടി കയറിപ്പോയി അവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ ഒരു വീഡിയോ വരെ ഇറക്കിയ ആളാണ് ഷാഫി പറമ്പിൽ. അന്ന് ഈ ഷാഫി പറമ്പലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതികേട് കേരളത്തിൽ മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട സ്ത്രീയായിട്ട് കൂടി മൗനാനുവാദം കൊടുത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആ തന്റെ ഇടത്തിലാണ് വീണ്ടും ഈ സെക്സ് മാഫിയ കിങ്, ഈ പാലക്കാടിലെ ഇത്തരത്തിൽ അമ്മമാരുടെ കണ്ണീര് കാണുമ്പോൾ വേദനിക്കാത്ത, തിരുവനന്തപുരത്ത് 16 വയസ്സുള്ള ഒരു കുട്ടിയെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചപ്പോൾ ആ കുട്ടിയുടെ കുടുംബക്കാർക്ക് പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത ആളാണ് ഷാഫി പറമ്പിൽ. അത് പുറത്തു വന്നിട്ടുണ്ട്. കാലിക്കട്ടിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ പോക്സോ കേസുകളാവേണ്ടതാണ്. അപ്പോൾ എന്തായാലും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രണ്ടാമതാണ് എന്ന് ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പെൺകുട്ടികളെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. അതിൻ്റെ പേരിൽ ഏത് സൈബർ അറ്റാക്ക് വന്നാലും അവരെ വെറുതെ വിടാനും പോകുന്നില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അത് ഏറെക്കാലം കേസുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ. ഇതിൽ ചില ആളുകളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് ആരാണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഞാൻ കണ്ടുപിടിക്കും. കഴിഞ്ഞ കുറേ സമയങ്ങളിൽ എന്നെ കൃത്യമായി വേട്ടയാടാൻ പരിശ്രമിച്ചവരെ അതിൽ പലരും നമ്മളുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗത്താണ് ധർമ്മം എന്നുള്ളത് കൊണ്ടാണ്, നീതി നമ്മുടെ കൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒളിഞ്ഞിരുന്ന് ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ടീമുകൾ പരിശ്രമിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീയെ തേജോവധം ചെയ്യാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കുറേ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കരുതണ്ട എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. വലിയ വേദന സൃഷ്ടിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്. അത് തീക്കളിയാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതുതന്നെയാണ്. ഏതായാലും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള മോശം പദപ്രയോഗങ്ങൾ ഉൾപ്പെടെയാണ് സ്ഥാനാർത്ഥിക്കെതിരെ ഈ നവമാധ്യമങ്ങളിലൊക്കെ ഒരു ആസൂത്രിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ തീരുമാനം.